സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ധന്യനായ പിതാവിൻ്റെ ശ്രീമന്തപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. അതിമനോഹരമായ നല്ല സമയത്ത് സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോടും എന്നോടുകൂടെ ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. പൗലോസിൻ്റെ മിഷണറി സംബന്ധിച്ച ചില വിഷയങ്ങളാണ്. ഇപ്പോൾ ബർന്നബാസ് മുഖാന്തരം പൗലോസ് അന്ത്യോക്യ സഭയിൽ ആയിരിക്കുന്നു. ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ 13-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നീ പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്കോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. ഒത്തിരി ശിഷ്യന്മാർ. ദൈവനാമത്തിൽ ഒരു വർഷക്കാലം ദൈവ ആരാധനയിലാണ് അന്ത്യോക്യ സഭയിൽ. ഏറ്റവും മനോഹരമായ ഉന്നതമായ അന്ത്യോക്യ പട്ടണത്തിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുറിയയിലാണ് അന്ത്യോക്യ. യെരുശലേമും അന്ത്യോക്യയും തമ്മിൽ ഏകദേശം 500 മൈൽ ദൂരമുണ്ട്. റോമയും അലക്സാന്ദ്രിയയും കഴിഞ്ഞാൽ ലോകത്തിലേക്കും വലിയ 3-ാമത്തെ പട്ടണമാണ് അന്ത്യോക്യ. മെഡിറ്ററേനിയൻ കടലിൽ നിന്നും 15 മൈൽ അകന്നു മാറി അത് നമ്മൾ വീണ്ടും അത് ചരിത്രത്തിലേക്ക് ചിന്തിക്കുമ്പോൾ അതിന് തൊട്ട് നദിമുഖത്താണ് ഇതിൻ്റെ സ്ഥാനം. അന്തർദേശീയ നഗരം എന്നതുപോലെ ഒരു ആഡംബര സുഖഭോഗ നഗരം കൂടിയാണ് അന്ത്യോക്യ. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഈ മനോഹരമായ അന്ത്യോക്യ പട്ടണത്തിൽ ദൈവത്തിൻ്റെ ശക്തിമത്തായ വേലയിൽ ഒരു സംവത്സരം മുഴുവനും പൗലോസ്, ബർന്നബാസ്, തൻ്റെ സഹശിഷ്യന്മാർ, സഹപ്രവർത്തകർ ഒരുമിച്ച് യാതൊരു വിധമായ വിപ്ലവങ്ങളോ അസൂയകളോ ഒന്നുമില്ലാതെ ദൈവത്തെ ആരാധിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അവർ തുടരുകയാണ്. സ്തോത്രം. അതിനുശേഷം അതിന് 13-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ അവർ ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിക്കുവിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഒരു ക്രിസ്ത്യാനിയായതിനു ശേഷം ഒരു ക്രിസ്ത്യാനിയായി തീരുമ്പോൾ മാനസാന്തരപ്പെട്ട് ദൈവകൽപ്പന യേശുവിനുള്ള വിശ്വാസം കാത്ത് യേശുവിൻ്റെ രക്തത്താൽ കഴുകൾ പ്രാപിച്ചു ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് പിന്നെ എന്നെ നിയന്ത്രിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് എനിക്ക് വഴികാട്ടി തരുന്നതും എനിക്ക് ഈ ആലോചന നൽകുന്നതും എല്ലാം പരിശുദ്ധാത്മാവാണ്. അല്ലാതെ സ്വന്തം യുക്തി അനുസരിച്ചോ സ്വന്തം ജ്ഞാനമനുസരിച്ചോ സ്വന്തം വിദ്യ അനുസരിച്ചോ ഒന്നും ഒരു വ്യക്തിക്ക് നീങ്ങുവാൻ കഴിയത്തില്ല. ഒരിക്കൽ അങ്ങനെ നീങ്ങിയതിൻ്റെ ഫലമാണ് ശൗൽ അനുഭവിച്ചതും അതിന് നിതാന്തം കുറിക്കുവാനിടയായി തീർന്നതും. ഇപ്പോൾ ശൗലിന് മനസ്സിലായി, എൻ്റെ യുക്തി കൊണ്ട്, എൻ്റെ ബലങ്ങൾ കൊണ്ടോ, എൻ്റെ വിദ്യാഭ്യാസങ്ങൾ കൊണ്ടോ ഒന്നും സാധ്യമല്ല. പകരം ദൈവത്തിന് അനന്തമായ പരമധികാരമുള്ള ദൈവത്തിൻ്റെ ആ വലിയ ശക്തിക്ക് മാത്രമേ ഇത് സകലവും സംഭവിക്കാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ആയിരിക്കുന്നെല്ലാം ദൈവകൃപയിലാകുന്നു. ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് തന്നെയാണ് ഞാൻ രക്ഷപ്പെട്ട് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ആ വലിയ ദൗത്യം, ആ വലിയ ഒരു ചിന്ത ശൗലിന് മറക്കുവാൻ കഴിയുകയില്ല. ഇവിടെ അന്ത്യോക്യ സഭയിൽ അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചിലപ്പോൾ ഒരു ശിഷ്യന്മാരിൽ കൂടി ആയിരിക്കാം പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ബർന്നബാസിനെയും ശൗലിനെയും ഈ വേലയ്ക്കായി ഞാൻ വിളിച്ചിരിക്കുന്നു, അവരെ എനിക്ക് വേർതിരിപ്പീൻ
എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. സഭയോടാണ് പറഞ്ഞിരിക്കുന്നത്. ശൗലിനോടും ബർന്നബാസിനോടും അല്ല പറഞ്ഞിരിക്കുന്നത്. പകരം സഭയോട് പറയുകയാണ്. അന്ത്യോക്യയിലുള്ള സഭയോട് പറയുകയാണ് പരിശുദ്ധാത്മാവ്, ഇവരെ എനിക്ക് വേണ്ടി വേർതിരിക്കുവേൻ. സ്തോത്രം. അതിൻ്റെ 3-ാം വാക്യം നാം വായിക്കുമ്പോൾ, അങ്ങനെ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ പറഞ്ഞയച്ചു. സ്തോത്രം. ഇവിടെ മുതലാണ് പൗലോസിൻ്റെ 1-ാം മിഷണറി യാത്ര ആരംഭിക്കുന്നത്. കൈവച്ച് പ്രാർത്ഥിച്ചു, അവരെ അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അവരെ പറഞ്ഞയക്കുന്നു. 1-ാമത്തെ മിഷണറി യാത്ര എന്ന് പറഞ്ഞാൽ ക്രൂസേഡ് യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് അതേ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചു, വേർതിരിച്ചു. തുടർന്ന് ആ 1-ാം മിഷണറി യാത്ര ഇവിടെ ആരംഭിക്കുമ്പോൾ അവർ മൂവരും യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. അവർ 3 പേരും മൂവരും ഒരുമിച്ച് അവർ യാത്രയാണ്. അവരോടൊപ്പം മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാനും ഉണ്ടായിരുന്നു. അവർ മൂവരും യാത്രയായി. അതിൻ്റെ 4-ാം വാക്യം വായിക്കും, പരിശുദ്ധാത്മ അവരെ പറഞ്ഞയച്ചിട്ട് അവർ സുലിക്കിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി അവർ കുപ്രോസ് ദ്വീപിലേക്ക് പോയി. കുപ്രോസ് ദ്വീപിലേക്ക് അവർ വന്നു ചേർന്നു. അപ്പോൾ കുപ്രോസ് ദ്വീപിലേക്ക് വന്നു ചേരണമെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളെ അവർ നേരിടേണ്ടതുണ്ട്. അതെല്ലാം യേശുവിന് വേണ്ടി സഹിച്ചുകൊണ്ട്, യേശുവിന് വേണ്ടി സകലവും ലാഭമായി കരുതിക്കൊണ്ട് ആ 1-ാം മിഷണറി യാത്ര ആരംഭിക്കുവാൻ ആ മൂവരുടെ യാത്ര അവരെ തളർത്തിയില്ല, അവരെ ക്ഷീണിപ്പിച്ചില്ല. പകരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അപാര ശക്തിയോടുകൂടെ അവർ യാത്രയായി. സ്തോത്രം. അങ്ങനെ അവർ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ ബുദ്ധിമാനായ സെർക്യോസ് പൗലോസ് എന്ന ദേശാധിയോടുകൂടെ ആയിരുന്നു. അവൻ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവജനം കേൾപ്പാൻ ആഗ്രഹിച്ചു. സ്തോത്രം. അവിടെ വന്നപ്പോൾ അവിടെ കാണുന്ന മറ്റൊരു കാര്യം ബാർ യേശു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ എതിർപ്പാണ്. ഹല്ലേലൂയ. എതിർപ്പുകൾ എവിടെയും ഉണ്ട്. ദൈവമക്കളുടെ ജീവിതത്തിൽ എവിടെയും എതിർപ്പുകളുണ്ട്. അവിടെ അവരെത്തിച്ചേർന്നപ്പോൾ ബാർ യേശു എന്ന് പറഞ്ഞതായ ഒരു വ്യക്തിയുടെ എതിർപ്പ് അവർക്കുണ്ടായി. ആ ബാർ യേശു എന്ന വ്യക്തി ആരോടുകൂടിയായിരുന്നു അറിയാമോ? ബുദ്ധിമാനായ സെർക്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടിയായിരുന്നു. സ്തോത്രം. എന്ത് ചെയ്യാം? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം, ദൈവത്തിൻ്റെ വേലയ്ക്ക് യാതൊരു ബന്ധനവുമില്ല. പക്ഷേ പിശാച് മനുഷ്യൻ്റെ രൂപത്തിൽ, പല രൂപത്തിലും ഭാവത്തിലും തൻ്റെ ശിഷ്യന്മാരെ തകർക്കുവാൻ ഇപ്പോൾ ബാർ യേശുവിൻ്റെ രൂപത്തിൽ ഇതാ ഇവിടെ വന്നിരിക്കുകയാണ്. സ്തോത്രം. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. AD 46 അന്ത്യോക്യയിൽ നിന്നും പുറപ്പെട്ട ആ മൂവർ സംഘത്തിൻ്റെ കഥ തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ മർക്കോസിനെയും കൂട്ടിയുള്ള യാത്രയാണ്. ആ മൂവരിൽ ഒന്ന് പൗലോസ്, ബർന്നബാസ്, മർക്കോസ്. മർക്കോസ് എന്ന വാക്കിൻ്റെ അർത്ഥം കുരിശിൻ്റെ സന്ദേശം ലോകം മുഴുവനും എത്തിക്കാനുള്ള ബാധ്യത അവരുടെ ജീവിത ദർശനമായിരുന്നു ഈ മൂവർക്കും. പ്രൈസ് ദി ലോർഡ്. പൗലോസ്, ബർന്നബാസ്, മർക്കോസ് ഇവരും മൂവരും കുരിശിൻ്റെ സന്ദേശം ലോകം മുഴുവനും എത്തിക്കുവാനുള്ളതായ ബാധ്യത അവിടെ ജീവിത ദൃശ്യമായിരുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്യുക, ഇതായിരുന്നു ഈ
പ്രത്യേകിച്ചും പൗലോസിൻ്റെ ആഗ്രഹം അത് പൗലോസ് കൊരിന്ത്യയിലുള്ള സഭയ്ക്ക് എഴുതുകയുണ്ടായി. 2 കൊരിന്ത്യർ 11:8 വായിക്കുമ്പോൾ, ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹം നിശ്ചയം ചെയ്യുക. അതുതന്നെയാണ് സ്തോത്രം. സകല പേരെയും എന്നാൽ ആ മഹത്തായ ലക്ഷ്യം കൂടാതെ ഏതൊരു മനുഷ്യരും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്ന ആ ദ്വീപിൽ കൂടി പൗലോസിന് ചെന്നപ്പോൾ കള്ളപ്രവാചകനായ ബർ യേശു എന്ന് പേരായ ഒരു മനുഷ്യനെ അവർ മൂവരെയും എതിർക്കുവാനും കടന്നു വരികയാണ്. അതിൻ്റെ തുടർന്നുള്ളതായ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 8, 9, 10, 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം, അവരുടെ എതിർത്ത് നിന്ന ദേശാപതിയുടെ വിശ്വാസം തടുത്തുകൊള്ളുവാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മാപൂർണനായി അവനെ ഉറ്റുനോക്കി, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ച് കളയുന്നത് നീ മതിയാക്കിയില്ലയോ എന്ന് ഈ പിശാചിൻ്റെ വ്യക്തിയായ ബർ യേശുവിനെ കുറിച്ച് പറയുകയുണ്ടായി. വീണ്ടും അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ ശത്രുവേ, പിശാചേ, കർത്താവിൻ്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവൻ്റെ മേൽ വീണു. കൈപിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. അത്ഭുതമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സുവിശേഷത്തിൻ്റെ ബന്ധനമില്ല. നിനക്കെതിരായി വരുന്ന ആയുധവും നിനക്ക് ഫലിക്കയില്ല. നിന്നോടൊരുവൻ കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. നിന്നെ തടസ്സപ്പെടുത്തുവാൻ നിന്റെ യാത്രയിൽ, നിന്റെ ജോലിയിൽ, നിന്റെ അനുഗ്രഹത്തിൽ, നിന്റെ ദൈവ ആരാധനയിൽ, നിന്റെ സാക്ഷ്യത്തിൽ, നിന്റെ സഭയ്ക്കെതിരായി, നിന്റെ ഭവനത്തിനെതിരായി, നിന്റെ അനുഗ്രഹത്തിനെതിരായി ആർക്കും തടസ്സപ്പെടുന്നത് സാധ്യമല്ല. കാരണം ദൈവത്തിൻ്റെ പൈതലായതുകൊണ്ട് ദൈവമാണ് നിന്നെ നിയന്ത്രിക്കുന്നത്, ദൈവമാണ് നിന്നെ നടത്തുന്നത്. നിന്റെ അവകാശം നിന്റെ ദൈവമാണ്, നിന്റെ ഓഹരി നിന്റെ ദൈവമാണ്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് പറഞ്ഞത് ഫിലിപ്പിയർക്ക് ലേഖനം 4:6 വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. സ്തോത്രം. ഒരു ദൈവബദലായിരിക്കുന്ന സമയത്ത്, ഒരു ദൈവബദലായി തീരുമ്പോൾ ദൈവബദലേ നിങ്ങൾ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കരുത്. പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, പകരം എല്ലാറ്റും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കത്ര വേണ്ടത്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണോ, ഫിലിപ്പിയർക്ക് ലേഖനം 4:19 വാക്യം വായിക്കുമ്പോൾ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തയേശുവിൽ പൂർണ്ണമായി അവൻ തീർത്തു തരും. നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർക്കുന്നവനായ ദൈവം, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനായ കർത്താവ്, ദുരിതങ്ങളെ മാറ്റുന്ന ദൈവം, രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവം, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുവാൻ കഴിയുന്നവനായ ദൈവം. ഇതെല്ലാം നല്ലവണ്ണം അറിഞ്ഞ് രുചിച്ചറിഞ്ഞവൻ പൗലോസ് പറയുന്നത്, അവൻ സകലവും നന്മയ്ക്കായിക്കൂടി വ്യാപരിപ്പിക്കുവാൻ ക്രിസ്തുവിൽ സഹോദരന്മാരായി നിങ്ങളെ ദൈവം നിർത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, യേശുവിനെക്കുറിച്ച് മാത്രം നിങ്ങൾ വിചാരപ്പെടുക. സ്തോത്രം. തനിക്ക് മാർഗം തടസ്സം നിന്നതായ, എതിർക്കാൻ നിന്നതായ ആ ശത്രുവിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ പൗലോസ് മുഖാന്തരം അന്ധനായി നടക്കുവാൻ കഴിയാതെ കൈപിടിച്ച് നടത്തുവാൻ അവൻ തപ്പി 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 നടക്കുന്ന ഒരനുഭവമാണ്. സ്തോത്രം. 112 സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, ദുഷ്ടൻ പല്ലുകടി ചുരുങ്ങിപ്പോകും. 91 സങ്കീർത്തനം വായിക്കുമ്പോൾ, ദുഷ്ടന് വരുന്ന പ്രതിഫലം നിന്റെ കണ്ണുകൊണ്ട് കാണും. ഹല്ലേലൂയ. അത്ഭുതകരമായ മാറ്റങ്ങളിലൂടെ ഒരു ധീരഗാഥയുമായി ആ അപ്പോസ്തലനായ പൗലോസും അതേ ബർന്നബാസും മർക്കോസ് അവരും മൂവരും യാത്രയിലാണ്. തടസ്സപ്പെടുത്തുവാൻ ആർക്കും അധികാരമില്ല.
അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഈ അധികാരത്തിൻ്റെ പരിധി നിന്നുകൊണ്ട് ആ ശത്രുവിനെ ശാസിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും. ഇത് പറഞ്ഞപ്പോൾ തന്നെ അവൻ്റെ കണ്ണിൽ വേഗത്തിൽ ഒരു തിമിരം ബാധിച്ചു. അവൻ്റെ 2 കണ്ണുകൾ അന്ധത പിടിച്ചു. കണ്ണ് കാണാൻ കഴിയാതെ അവൻ തപ്പുകയാണ്. എന്നാൽ 12-ാം വാക്യം വായിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു സംഭവം അവിടെ കാണുകയാണ്. സ്തോത്രം. ഈ ഉണ്ടായ സംഭവം ദേശാധിപതി കണ്ടപ്പോൾ കർത്താവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ ദേശാധിപതി വിസ്മയിച്ചു. സ്തോത്രം. വിസ്മയിക്കും. ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞതായ സംഭവം ആരെയും വിസ്മയിപ്പിക്കുവാൻ ഇടവരുത്തുന്നതായ ശക്തിയാണ്. അവിടെ യാതൊരുവിധമായ ബന്ധനങ്ങളുമില്ല. സ്തോത്രം. ദേശാധിപതിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ തൻ്റെ ശക്തിക്ക് സാധിച്ചു. അത്ഭുതകരമായ ഒരു ക്രൂസൈഡ് പോലെ അവിടെ നടക്കുകയാണ്. അത്ഭുതങ്ങളിൽ ഒന്ന് ഇവിടെ സംഭവിക്കുകയാണ്. ശത്രുവിനെ നിലംപരിചയാക്കിയിട്ട്, ശത്രുവിനെ പൂർണ്ണമായി തച്ചുടച്ച് മാറ്റിയിട്ട്, ഇനി നമ്മെ നോക്കാതിരിപ്പോൾ അവൻ കണ്ണുകളെ കുരുടാക്കിയിട്ട്, ശബ്ദിക്കാതിരിപ്പോൾ അവൻ്റെ വായ അടച്ചിട്ട്, ഉയർന്നു വരാതിരിപ്പാൻ അവൻ്റെ ബലത്തെ കെടുത്തിയിട്ട്, സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിൻ്റെ വേലയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെ നാമാവിശേഷമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ആ ദേശമറിയുവാനിടയായി. ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ബാർ യേശു എന്ന് പറഞ്ഞ വ്യക്തി ആഭിചാരകനാണ്. അവൻ ആഭിചാരകൻ, കള്ളപ്രവാചകൻ, ആഭിചാരകൻ. ജനങ്ങളെയെല്ലാം നശിപ്പിച്ച് അന്ധവിശ്വാസത്തിലേക്ക് തള്ളിവിട്ട് അവിടെ ഒരു കുപ്രസിദ്ധി നേടിക്കൊണ്ടിരിക്കുന്നതായ ഈ ആഭിചാരകൻ, കള്ളപ്രവാചകൻ ദേശാധിപതിയെപ്പോലും കബളിപ്പിച്ച്, ജനത്തെ നശിപ്പിച്ച്, ജനത്തെ കബളിപ്പിച്ച് വലിയ ഒരു വ്യക്തിയായ ആളുകളുടെ മുമ്പിൽ നെളിഞ്ഞ് നടക്കുന്ന സമയത്തായിരിക്കാം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി അവൻ കാണുവാനിടയായത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ നാട്ടുകളിൽ, നമ്മുടെ ദേശങ്ങളിൽ ഇതേപോലെ ഒത്തിരി കള്ള പ്രവാചകങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ദൈവമക്കളെ, യഥാർത്ഥ ആരാധന നിന്ന് മാറ്റുവാൻ തൻ്റെ പൂർവിക പിതാക്കന്മാരുടെ വചനങ്ങളെ കോട്ടിക്കളഞ്ഞ്, ദൈവകൽപ്പനയെ തച്ചുടച്ച്, മനുഷ്യമായ കൽപ്പനകളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച്, ദൈവത്തിൽ നിങ്ങളെ അകറ്റി, നിങ്ങളെ ഒന്നുമല്ലാത്തവരായി മാറ്റി, നിങ്ങളുടെ കയ്യിലെ കാശുകൾ മുഴുവനും പിടിച്ചു പറിച്ച്, നിങ്ങളുടെ ഭവനത്തിൽ, അത് നിങ്ങളുടെ കുടുംബത്തിൽ മുഴുവനും വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് നിങ്ങളുടെ കുടുംബത്തെ താറുമാറാക്കി, പ്രാർത്ഥിച്ചിട്ടും ഫലം കിട്ടാതെ നാളെയാകട്ടെ ഒരു വിടുതലുണ്ട് എന്ന് പറഞ്ഞ് ദിവസങ്ങളും നാളുകളും മാറ്റി നിങ്ങളെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒത്തിരി കള്ള പ്രവാചകന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് യേശു പറഞ്ഞത്, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയണം. അവരുടെ ഫലങ്ങളാൽ നിങ്ങളെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ യേശുവിൻ്റെ മക്കളായി തീരുകയുള്ളൂ. കള്ളന്മാർ അറുപ്പാനും മുടിപ്പാനും മോഷിപ്പാനും അല്ലാതെ മറ്റൊന്നിനും വരുന്നില്ല. ഇവിടെ നോക്കുക, ഇവിടെ വലിയൊരു എഫർട്ട് മറ്റ് കാര്യങ്ങളൊന്നും പൗലോസ് ചെയ്തില്ല. ഇന്നൊരു പിശാചിനെ ശാസിക്കണമെങ്കിൽ എന്തുമാത്രം ഉപവാസ പ്രാർത്ഥനകൾ, എന്തുമാത്രം കാത്തിരിപ്പുകൾ, എന്തെല്ലാം പ്രാർത്ഥന ക്രമീകരണങ്ങൾ ചെയ്യുന്നു. ഇവിടെ നോക്കുക, ദൈവത്തിൻ്റെ പൈതലെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടൊരു വ്യക്തിയാണുവെങ്കിൽ,
ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, പരിശുദ്ധാത്മാവ് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നതിനെ കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 14-15 വായിക്കുമ്പോൾ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് പറയും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിന് നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കുവാൻ അവൻ അയച്ചു തരും. അപ്പോൾ ദൈവകൽപ്പന അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരും. ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തും. നമുക്കെതിരായി വരുന്ന പോരാട്ടങ്ങൾ, നമുക്കെതിരെ ശബ്ദിക്കുന്ന ദുഷ്ടശക്തികളെ, നമ്മുടെ മാർഗങ്ങളെ തടസ്സപ്പെടുത്തുന്ന, നമ്മുടെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുന്ന, നമ്മുടെ വിദ്യാഭ്യാസങ്ങൾ തടസ്സപ്പെടുത്തുന്ന എല്ലാ അന്ധകാര ശക്തികളെ, എല്ലാ ഭൂത പ്രേത പിശാചിൻ്റെ എല്ലാ കെട്ടുകളെയും വിടുവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അപൂർവമായ ശക്തിയിൽ കൂടി സാധിക്കും. അതാണ് ഇവിടെ സംഭവിച്ച് കൊണ്ടിരിക്കുന്നത്. നാളിതുവരെ ദേശാധിപതിയോടൊപ്പം ആയിരിക്കുന്ന ഈ കള്ളപ്രവാചകൻ ഒത്തിരി ആളുകളെ വശീകരിച്ച് നശിപ്പിച്ച്, നെഞ്ചും വിരിച്ച്, കാണുന്ന ആളുകളെല്ലാം കുമ്പിട്ട് നമസ്കരിച്ച് നടക്കുമ്പോൾ, ദൈവപൈതലേ, ഇവിടെ ഇതാ ദൈവത്തിൻ്റെ മക്കൾ വരുന്നു എന്ന് അറിഞ്ഞു കാലേ കൂട്ടി പിശാചിൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ തുടങ്ങി. സ്തോത്രം. കൊരിന്ത്യ സഭയോട് ഒരിക്കൽ പൗലോസ് പറഞ്ഞു, പിശാചിൻ്റെ തന്ത്രങ്ങൾ നാം ആരും അറിയാത്തവരല്ലല്ലോ. പിശാചിൻ്റെ തന്ത്രങ്ങൾ ഭയങ്കരമാണ്. അവനൊരു എട്ടുകാലിയുടെ ജന്മമാണ്. ഒരു വല വിരിച്ചു കഴിഞ്ഞാൽ അതിൽ അവൻ ലഭിക്കേണ്ടതായ ഒരു ഇര കിട്ടുന്നത് വരെ ക്ഷമയോടെ എത്ര ദിവസം കഴിഞ്ഞാൽ അവന് മാറി നിൽക്കും. എന്നാൽ ഒരു ദിവസം കഴിയുമ്പോൾ അവൻ ആഗ്രഹിച്ചതായ ഇര അതിൽ വന്ന് പെടും. അതിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ഇരയ്ക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. പ്രിയ ദൈവവൈതലേ, പിശാച് ഒരു എട്ടുകാലിയുടെ ജന്മമാണ്. നമ്മളെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ, സ്തോത്രം, നമ്മെ വശീകരിക്കുവാൻ അവനെപ്പോഴും ജാഗരൂപനാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ നോക്കുക, 13 അപ്പോസ്തല പ്രവൃത്തിയിൽ 13 അതിൻ്റെ 12 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഈ ഉണ്ടായ ദേശാധിപതി കണ്ടിട്ട് കർത്താവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു, വിശ്വസിച്ചു. 13 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതേ പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പഫുല്യ ദേശത്തിലേക്ക് പെറുകെ ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിയുന്നു. സ്തോത്രം. ദേശാധിപതി മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ചു, ഒരു ദൈവനായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കണ്ണിലടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പൗലോസിൻ്റെ 1ാം മിഷണറി യാത്രയിൽ ഉണ്ടായതൊരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാകണം. ഞങ്ങൾക്ക് സുവിശേഷ വേല ചെയ്യാൻ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. തടസ്സം നിൽക്കുന്നത് എന്ത് തന്നെയായാലും അത് മാറ്റി ഈ കേട്ടുകൊണ്ടിരുന്ന മക്കൾക്കൊരു ജയം അവിടെ നൽകണം. അവിടെ കേട്ടുകൊണ്ടിരുന്ന നിമിഷത്തിൽ അവർ ആഗ്രഹിച്ച വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും സ്വർഗത്തിലെ മഹാകരുണയുള്ള ദൈവം തീർത്തും അവരെ ശക്തമായി അനുഗ്രഹിക്കണം. പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ നിന്ന് കേട്ടിരിക്കുകയാണെങ്കിൽ നന്ദി. യേശുവിൻ നാമത്തിൽ എളിയ യാചന കേൾക്കണം നല്ല ദൈവമേ. ആമേൻ.